ഈ സെമിനാർ ക്രമസിദ്ധാന്തം, ഈ ക്രമസിദ്ധാന്തം കാശ്മീരി ശൈവിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനിക സമ്പ്രദായമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട അഭിനവഗുപ്താചാര്യൻ, വസുഗുപ്തൻ, ഇവരൊക്കെ അതിൽ പ്രധാനപ്പെട്ട ആചാര്യന്മാരായി വർത്തിച്ചിരുന്നവരാണ്. ഈ ദർശനം കാശ്മീരി ശൈവ അത് കാശ്മീരിൽ മാത്രമല്ല ഒരു കാലത്ത്, അത് 1000-ഓ 1000-ത്തിലധികമോ വർഷങ്ങളായിട്ട് ഭാരതം മുഴുവൻ അതിൻ്റെ ഈ ദർശനത്തിൻ്റെ പിൻഗാമികളുണ്ടായിരുന്നു. അതിലേറ്റവും മനോഹരമായൊരു കാര്യം, പിൻഗാമികൾ, അതിൻ്റെ ഫോളോവേഴ്സ് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരളത്തിലെ നമ്മുടെ മന്നമ്പുറത്തുകാവും മാടായിക്കാവും അവിടെയൊക്കെ പിന്തുടരുന്ന പൂജാവിധാനം ഈ ക്രമകാളി സങ്കല്പം അനുസരിച്ചുള്ളതാണ്. അത് ഈ അടുത്ത കാലത്തെ ഗവേഷണത്തിലൂടെ പുറത്തു വരികയും വളരെ കൂടുതൽ മാർക്ക് ഡെസ്കോവിസ്കിയെ പോലെയുള്ള ആചാര്യന്മാരിവിടെ വന്ന് ഈ ഓരോ കാവിലും, പ്രധാനമായും 13 കാവിലും പോയി അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് എന്തിലും ഏതിലും വിഭജനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തരം വികൃതമായ രാഷ്ട്രീയ ഡിസ്കോഴ്സിൻ്റെ കാലത്ത് ഇത്തരം മഹത്തരമായ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഏകത്വത്തെ, ഭാരതത്തിൻ്റെ ഏകത്വത്തെ ഉയർത്തി കാണിക്കാൻ ഈ കൾച്ചറൽ ഫ്ലോ, സാംസ്കാരിക പ്രവാഹം വടക്ക് മുതൽ തെക്ക് വരെ എന്നതാണ് ഈ ചർച്ചയുടെ, ഈ സെമിനാറിൻ്റെ പ്രധാന പ്രമേയം. അത് ദേശീയ ദർശനശാസ്ത്ര സൊസൈറ്റി ഉണ്ട്, നമ്മുടെ ICPR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫിലോസഫിക്കൽ റിസർച്ച്. അവരുടെ ധനസഹായത്തോടു കൂടി അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിങ്സ് അവരും JNU അതേപോലെ കാസർഗോഡ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ചേർന്ന് ഈ സെമിനാർ ഈ ഉദ്ദേശത്തോടു കൂടി നടത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രസംഗങ്ങളിലും അവതരിപ്പിക്കപ്പെട്ട പേപ്പറിലും എല്ലാം ഉയർന്നു കാണുന്ന ഒന്ന് അതാണ്. കാശ്മീരിനെ മനസ്സിലാക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലൂടെ അല്ല, അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംബന്ധമായൊരു പ്രശ്നമെന്ന നിലയിൽ മാത്രമല്ല, അതിനപ്പുറത്ത് അതിനൊരു സാംസ്കാരിക, ആധ്യാത്മിക, ദാർശനിക തലമുണ്ട്. ഇതേപോലെ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചും. കേരളത്തെയും ഒരു രാഷ്ട്രീയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അറിയാനും അറിയിക്കാനും ശ്രമിക്കാറ്. അതിനപ്പുറത്ത് ഇവിടെയും തന്ത്രശാസ്ത്രത്തിൻ്റെ, യോഗശാസ്ത്രത്തിൻ്റെ ഒക്കെ പരമമായ ഗവേഷണം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിലോസഫിക്കൽ ക്രൂസിബിളാണ് കേരളം. ഈ നിലയിൽ വേണം ഇതിനെയെല്ലാം കാണാൻ എന്നതാണ് ഈ ചർച്ചയിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയം തന്നെ അതാണ്. ഈ പ്രമേയം ജനങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ അനാദികാലം മുതലേ ഒരു രാഷ്ട്രമാണ്. അത് വേദവും വേദപൂർവ്വകാലത്തെ കാഴ്ചപ്പാടുകളും ഒക്കെ അതിനെ സാധൂകരിക്കുന്നതാണ്. ഭാരതത്തിൻ്റെ ഈ പ്രാചീനത്വം, പൗരാണിത്വം, നിത്യനൂതനത്വം രണ്ടുമുണ്ട്. ഇത് പ്രാചീനമാണെന്നുള്ളതുപോലെ തന്നെ നിത്യനൂതനവുമാണ്. അതിലേറ്റവും മഹത്തരമായ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാശ്മീർ. അത് ഭാരതത്തിൻ്റെ ദാർശനിക ഔന്നത്യത്തിലെത്തുന്ന, ഏത് മേഖലയിലെയും ദാർശനിക ഔന്നത്യം, അത് ശാസ്ത്രമേഖലയിലായാലും രസതന്ത്രത്തിലായാലും ദർശനശാസ്ത്രത്തിലായാലും ഒക്കെ ഉള്ളവർ, അവർക്ക് ആ സ്ഥാനത്തെത്തി എന്നതിൻ്റെ അംഗീകാരം ലഭിക്കുന്നത് കാശ്മീരിലെത്തി അത് അപ്രൂവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ശങ്കരഭഗവത്പാദർ തന്നെ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം സർവജ്ഞപീഠം കയറിയത് കാശിയിലല്ല, അത് കാശ്മീരിൽ ചെന്നിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നാഗാർജുനൻ വലിയ രസായന വിദ്യയുടെ ആളായിരുന്നു. ഇതേപോലെ തന്നെ കൽഹണൻ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രകാരനാണ്, ചരിത്രമീമാംസകനാണ്, അത് കാശ്മീരിയാണ്. അഭിനവഗുപ്താചാര്യൻ ശങ്കരഭഗവത്പാദരുടെ ഒപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന അപാരമായ ബുദ്ധിവിശേഷത്തിൻ്റെ ആൾ, കലാകാരൻ, നാടകകാരൻ, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന് വ്യാഖ്യാനം എഴുതിയ ആൾ, ഇങ്ങനെയെല്ലാമുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ ദാർശനിക ഉള്ളടക്കത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രതീകമായിരുന്നു കാശ്മീർ. പക്ഷേ അത് പിൽക്കാലത്ത് പ്രത്യേകം പറയേണ്ടാത്തതായ കാരണങ്ങളെ കൊണ്ട് കാശ്മീരിയത്ത് എന്ന് പറഞ്ഞുള്ളൊരു പുതിയ ആശയത്തിൻ്റെ ഇടമാക്കി മാറ്റുകയും അതിനെ ഭാരതത്തിൽ നിന്ന് വിഭജിച്ച് മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുമ്പോൾ യഥാർത്ഥ കാശ്മീർ എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ കാശ്മീരിയത്ത് എന്താണ്
എന്നത് തുറന്നു ചർച്ച ചെയ്യപ്പെടണം. അതിന് വേദിയൊരുക്കിയ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തികച്ചും അതൊരു അഭിനന്ദനം അർഹിക്കുകയാണ് എന്നാണ് എനിക്ക് ഒന്നാമത് ഈ രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നേഷൻ, അതിനെ ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന നിലയിലാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ സയൻസ് വിലയിരുത്തുന്നത്. അതൊരു പാശ്ചാത്യ നിർമ്മിതിയാണ്. പാശ്ചാത്യരുടെ ഇടയിൽ രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടത് ഒരു ആധുനിക കാലത്ത് അല്ലെങ്കിൽ മധ്യകാലീന കാലത്താണ് ഉണ്ടായത്. അവിടെയുള്ളൊരു പ്രശ്നം ഭരണകൂടത്തെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ആശ്രയിച്ചിട്ടാണ് രാഷ്ട്രം ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തെ എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് സാധാരണ പറയും സ്റ്റേറ്റ് പ്രൊസീഡ്സ് നേഷൻ ദെയർ. സ്റ്റേറ്റ്, രാജ്യം, ഭരണകൂടം, അത് രാഷ്ട്രത്തിന് മുന്നിൽ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം പിന്നാലെ വരികയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത്, സാംസ്കാരിക രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത് സംസ്കൃതിക്കാണ്, പാരമ്പര്യത്തിനാണ്, നമ്മുടെ ഈ ആധ്യാത്മിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം, പൊളിറ്റിക്കൽ പവറിനല്ല. പൊളിറ്റിക്സ് ഉണ്ടാക്കിയെടുക്കുന്ന അതിർവരമ്പുകളിൽ സങ്കുചിതമാക്കപ്പെടുന്നതോ അമർത്തപ്പെടുന്നതോ ആയിട്ടുള്ള ഒന്നല്ല രാഷ്ട്രം. രാഷ്ട്രം സദാ വികസ്വരമായിട്ടുള്ള വികസിക്കുന്ന ഒരു സംജ്ഞയാണെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നു രാഷ്ട്രം വളരെ പുതിയതാണ്, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടായതാണ്. അതിനെയാണ് നവരാഷ്ട്രവാദം, പുതിയ രാഷ്ട്രവാദം. വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. നെഹ്റുവിൻ്റെ സങ്കല്പം ഒരു പാശ്ചാത്യ സങ്കല്പമായിരുന്നു. ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രമേയം അതാണ്, വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ്. അതിൻ്റെ അർത്ഥം എന്താ? രാഷ്ട്രം ആയിരുന്നില്ല, ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴുമല്ല, ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടായിത്തീരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ വേഗമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇവർ മുന്നിൽ വയ്ക്കുന്നത്. അതൊരിക്കലും ദേശഭക്തിയെ ഉണ്ടാക്കുന്ന ഒന്നല്ല. രണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരും മറ്റും അവർ പറയുന്നത് ഭാഷാരാഷ്ട്രവാദം, മതരാഷ്ട്രവാദം ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭാരതം ഒരു രാഷ്ട്രമല്ല, ബഹുരാഷ്ട്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുരാഷ്ട്രവാദം. ആദ്യം നവരാഷ്ട്രവാദികൾ, നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ ബഹുരാഷ്ട്രവാദം. ഇതിനെല്ലാം അപ്പുറത്താണ് യഥാർത്ഥ രാഷ്ട്രസങ്കല്പം. അതൊരു ചിരരാഷ്ട്രവാദമാണ്. അതാണ് യഥാർത്ഥ ദേശഭക്തർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെയാണ് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത്, അതിനാണ് അരവിന്ദൻ ഉയർത്തിപ്പിടിച്ചത്, അതിനെയാണ് വിവേകാനന്ദ സ്വാമികൾ ഉയർത്തിപ്പിടിച്ചത്, ലോകമാന്യ തിലകൻ ഉയർത്തിപ്പിടിച്ചത്. നമ്മുടെ പുരാണങ്ങളും സംസ്കൃതിയും നമ്മുടെ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും വേദപൂർവ്വ ദർശനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചത്. ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ തന്നെ പറയുന്ന സങ്കല്പം അനുസരിച്ച് ഇങ്ങ് പാദത്തിലെ കന്യാകുമാരി മുതൽ ശിഖയായി വർത്തിക്കുന്ന കാശ്മീരം വരെ ഒരു മനുഷ്യ ശരീരം പോലെയാണെന്നാണ് സങ്കല്പിക്കുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മർമ്മപ്രധാനമായ ശക്തി കേന്ദ്രങ്ങളെ സ്വന്തം ശരീരത്തിലെ പ്രധാനപ്പെട്ട മർമ്മകേന്ദ്രങ്ങളായി സങ്കല്പിച്ചുകൊണ്ടാണ് താന്ത്രിക സാധന ചെയ്യുന്നത്. അപ്പോൾ സ്വശരീരത്തെ രാഷ്ട്രവുമായി, ആ രാഷ്ട്രത്തിൻ്റെ അതിരേത പാദം കന്യാകുമാരിയും ശിരസിലെ ശിഖ കാശ്മീരവുമായിട്ട് സങ്കല്പിച്ചിട്ടാണ്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിലായാലും വേദത്തിലായാലും യോഗ ദർശനത്തിലായാലും ഇടത്തും ഒരുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയെക്കുറിച്ചും പൗരാണികത്വത്തെക്കുറിച്ചും അതിൻ്റെ നിത്യനൂതനത്വത്തെക്കുറിച്ചും ഒരുപോലെ പാടിപ്പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ആ ശാസ്ത്രീയ ദർശനത്തെ അമർത്തിപ്പിടിച്ച് അവഗണിച്ച് ഓരത്തിലേക്ക് ചവിട്ടി ഒതുക്കിയിട്ടാണ് ഈ കൃത്രിമമായ ശിഥിലീകരിക്കുന്ന പലതാക്കി മാറ്റുന്ന നവരാഷ്ട്രവാദികളും ബഹുരാഷ്ട്രവാദികളും അരങ്ങിൽ ആടി തിമിർക്കാണ് ഇന്നത്തെ കാലത്ത് സ്വന്തം പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് കേരളം പോലുള്ള സ്ഥലത്ത്. അതിനെ വൈചാരികമായി തന്നെ നേരിടേണ്ടതുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ, ഈ സെമിനാറിൻ്റെ സംഘാടകർ ഇത്തരമൊരു പരിപാടി വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഒരു ഭാരതീയ കാഴ്ചപ്പാടുണ്ട് എല്ലാത്തിനോടും. അത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ഒന്നാണ് ഭാരതീയ ദർശനം. എല്ലാത്തിനെയും ഒരു തരത്തിൽ പറഞ്ഞ സർവധർമ്മ സമഭാവനയുടെ സർവാശ്ലേഷിത്വത്തിൻ്റെ ഒരു ദർശനമാണ്, ഒന്നാക്കലാണ്. എന്നാൽ അഭാരതീയമായ ദർശനം വിഭജിക്കുന്നതിൻ്റെയാണ്, പലതായി കാണുന്നതിൻ്റെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ ഭാരതീയ ദർശനം ഇല്ലെങ്കിൽ, കാശ്മീരത്തിൽ ഈ ഒന്നാക്കുന്നതിൻ്റെ ഭാരതീയ ദർശനം ഇല്ലെങ്കിൽ, ഇനി വളരെ ലളിതമായി പറഞ്ഞാൽ ഭാരതമെന്ന ആശയമില്ലാത്ത കേരളം അപകടകരമാണ്, ഭാരതമെന്ന ആശയമില്ലാത്ത തമിഴ്നാട് അപകടകരമാണ്, ഭാരതമെന്ന് നമ്മളെ ഒരുമിപ്പിക്കുന്ന ആശയമില്ലാത്ത കാശ്മീരം അപകടകരമാണ്. നേരെ മറിച്ച് ഇനി കേരളമില്ലെങ്കിലോ കാശ്മീരം ഇല്ലെങ്കിലോ ഭാരതം അപൂർണവുമാണ്. അപ്പം നമ്മുടെ സങ്കല്പപ്രകാരം തന്നെ സമുദ്രപര്യന്ത ഏകരാട്ട്, ഒരു രാഷ്ട്രമാകുന്നത് സമുദ്രം വരെയുള്ളതാണ്. ഈ സമുദ്രം വരെയുള്ള ഈ ഭാരതത്തിൻ്റെ ഭാഗമാണ് കന്യാകുമാരിയും തമിഴ്നാടും കർണാടകവും ആന്ധ്രയും ഒക്കെ.
ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഭാരതം പൂർണ്ണമാകുന്നത്. അതേപോലെ ആ ഭാരതീയത്വം എന്ന് പറയുന്ന ആശയം ഉള്ളപ്പോഴാണ് കേരളം കേരളമായി നിലനിൽക്കുന്നത്. കേരളം കേരളം അല്ലാതാവുന്നത് ഭാരതീയത്വം ഇല്ലാതാവുമ്പോൾ. അതുകൊണ്ടാണ് ഭാരതം ഇല്ലാത്ത കേരളം അപകടകരമാണെന്നും കേരളമില്ലാത്ത ഭാരതം അപൂർണമാണെന്നും പറഞ്ഞത്. കാശ്മീരമില്ലാത്ത ഭാരതം അപൂർണമാണ് ഭാരതം. കാശ്മീരം ഇല്ലാത്ത ഭാരതം അപൂർണമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ശ്രേഷ്ഠമായ ഭാരതീയ ദർശനമില്ലാത്ത കാശ്മീരം എന്നും അപകടകരായിരിക്കും എന്നും പറയുന്നു.